ശരണ്യ, ആഹാ ഇന്ന് പഴമൊക്കെ ആയിട്ടാണല്ലോ. ഇന്ന് എന്താണ് നമ്മുടെ കൂട്ടുകാരെ കാണിച്ച് കൊടുക്കാൻ പോകുന്നത്? ബോണ്ടയാണ്. നമ്മുടെ ചായക്കടയിലെ ബോണ്ട, പാളയംകോടൻ പഴം. അപ്പൊ കൂട്ടുകാരെ, ഇത് നമ്മള് സെയില് പോയ വഴി കുറച്ച് പാളയംകോടൻ പഴം മേടിച്ചോണ്ട് വന്നു. അപ്പൊ നാടൻ പഴമാണ്, ചെറുതാണ്. അതെ, അപ്പൊ ഈ ബോണ്ടെന്ന് പറയും, ചിലയിടത്ത് ഉണ്ടെന്ന് പറയും അല്ലേ, ഉണ്ടംപൊരി. നമ്മുടെ ഈ കടകളിലൊക്കെ ഇരിക്കണ കാണുമ്പോൾ എന്താ ഭംഗി അതിൻ്റെ. അപ്പൊ നമുക്ക് അത് തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ വല്ലതും സഹായിക്കണോ? വീഡിയോ എടുത്താൽ മതിയാ? എന്നാ ശരി. അപ്പൊ ഇതൊക്കെ പൊളിച്ച് ഇതിനി അടിച്ചൊക്കെ എടുക്കണം മിക്സി. ശരണ്യ അത് അരക്കാൻ പോവുകയാണോ? അരക്കല്ല, അടിച്ചെടുക്കാൻ പോകണല്ലേ. കൂട്ടുകാരെ, നമ്മുടെ അമ്മ ദേ വന്നിട്ടുണ്ട്. അതെ അതെ കൂട്ടുകാരെ, അമ്മയ്ക്ക് ഉള്ള പരിപാടി എന്ന് വെച്ചെന്നാ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം അതാത് സ്ഥാനത്ത് പെറുക്കി അടുക്കി വെക്കുക. അതെ, അതാണ് എന്റെ പരിപാടി. എന്നാലും ശരണ്യ ആ നേരത്ത് ചായക്കുള്ള ബോണ്ടയൊക്കെ കണക്കി തന്നെ ഉണ്ടല്ലോ. ശരിയാണല്ലോ, ബോണ്ട ഉണ്ടാക്കട്ടെ, ഇപ്പൊ പിള്ളേരും വരും. അപ്പൊ അമ്മ ഇതൊക്കെ അടുക്കി മാറ്റി കൊടുത്തേര്. ശരണ്യൊക്കെ അവിടെ ഇത് ചെയ്യേണ്ടതല്ലേ. അതെ. ബാക്കിയിട്ട് പാട്. കണ്ണാം തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല, ഒന്നാമത്തെ തോണിയില് അല്ല വേണ്ട. ശരണ്യ അടിപൊളിയാണ്, അടിപൊളിയായിട്ട് ശരണ്യ പാടുന്നുണ്ട്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നണുണ്ട്. എനിക്കിഷ്ടപ്പെട്ട്. കൂട്ടുകാര് കമന്റ് ചെയ്യും നല്ല പാട്ടാണെങ്കിൽ. പിന്നെ കൂട്ടുകാര് കമന്റ് ചെയ്താലേ ശരണ്യ പാടുകൊള്ള. എന്റെ ദൈവമേ, ശരണ്യ ഇങ്ങനെ ആസ്വദിച്ചൊക്കെ പാട്ടും പാടി ഓരോന്ന് ചെയ്യുമ്പോ അതെ കൈ മുറിക്കരുത് കേട്ടോ. നമുക്ക് ഇത് ഉണ്ടപ്പൊരിക്കുള്ളതാണോ ഇത്? അമ്മ പാടും, പക്ഷെ അമ്മ പാടിയല്ല. ഇപ്പൊ ഞാൻ അറിയാതെ എടുത്ത പോലെ കേക്കാം. ഇത് നല്ല പാട്ടാണ്, അടിപൊളി പാട്ടാണ് നല്ല പാട്ടാണ്. അല്ല ശരണ്യ, പാട്ട് നല്ലതാ. നമുക്ക് ഉണ്ടംപൊരി അതുപോലെ നല്ല പോലെ ആക്കണ്ടേ? എന്നാ നമുക്ക് ഇനി ഉണ്ടംപൊരിയിലോട്ട് പോയേക്കാം. ശരണ്യ, ഇതെന്നാ നോക്കണം? ഏലക്ക പൊടിച്ചതാ. ആകും. സോഡാപ്പൊടിയൊക്കെ വേണം ഇതിന്. നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ല എന്തൊക്കെയാണെന്ന്. ഏലക്കപ്പൊടി, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മൾ പഴം അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ പഴം പാളയംകോടൻ കൂട്ടുകാരെ ഇതേ കണ്ടത് ഇത്രയൊക്കെ ഐറ്റം ആക്കി വെച്ചിട്ടുണ്ട്. പഴം കൊണ്ട് നമ്മൾ കരിക്കാന്ന് കേട്ടോ. കരിക്കാന്ന് വെച്ചാൽ ഇളത്തേണെന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ നമ്മളെ കുറച്ച് ഉപ്പ് മധുരം ഇത് ചെയ്യാൻ വേണ്ടി. അതെ, നമ്മുടെ അമ്മയും കൂടി സഹായിക്കുന്നുണ്ട്, സോഡാപ്പൊടി ഇട്ട് സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ പഴമൊക്കെ അരച്ചു വെച്ചത് അല്ലേ. ശരണ്യക്ക് ഷാർജ വിട്ടുള്ള പരിപാടി ഇല്ല. അയ്യോ, ആര് പറഞ്ഞേ കൈ കഴുകിയില്ലെന്ന്? എന്നാലും ശരണ്യ, അമ്മ ഒരു കാര്യം അറിഞ്ഞ? ശരണ്യ ഇടയ്ക്ക് ഇവിടെ മൂളിപ്പാട്ടൊക്കെ പാടിയല്ലേ. ഇന്ന് ഞാനത് വീഡിയോയാക്കി അമ്മ. എന്നാ ഞാൻ പറയും കൂട്ടുകാർക്ക് ഒരു പാട്ട് പാടിക്കൊടു. അത് പാടിയല്ല.
ഉവ്വല്ല, ഇല്ല. ആണോ അമ്മ? ശരണ്യ വായിക്കുന്ന നടക്കണം കേൾക്കാം. ശിവ ശിവ വൈകുന്നേരം വരണം കേക്കണമെങ്കിൽ. ശിവ ശിവ. ആണ്. ഇതൊക്കെ എങ്ങനെ പറയണമെന്ന് അറിയാമല്ല. ആ നേരത്ത് ആ കുഞ്ഞി കൈ കൊണ്ട് അതങ്ങോട്ട് ഇളക്കണൊക്കെ കണ്ട. ഒഴിച്ചോ. അങ്ങനെ ഇതേ കണ്ട ആ കുഞ്ഞി കൈ കൊണ്ട് നന്നായിട്ടൊക്കെ ഇളക്കി മറിച്ചോണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ചെയ്ത് നോക്കണം. ചില സമയമുണ്ട് അല്ലേ? എപ്പോഴായാലും അതിനൊക്കെ ഒരു സമയമുണ്ട്. ചിലപ്പോ അടുക്കള നിൽക്കുമ്പോ പാടണമെന്ന് തോന്നും. അന്നേരം അമ്മ പാടുമല്ലേ? അന്നേരം പാടും. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ തൊട്ട്. പക്ഷെ എന്നാലും കൂട്ടുകാരി അന്നേരം ഞാൻ ക്യാമറ എടുത്തോണ്ട് വരുമ്പോ രണ്ടുപേരും പാട്ട് നിർത്തിക്കളയും. അയ്യോ, അങ്ങനെ കേൾക്കാനുള്ള പാട്ടൊന്നും പാടിയില്ല. പാട്ട് പാടാത്ത മനുഷ്യരുണ്ടോ അമ്മ? അതെ, മൂളിപ്പാട്ടെങ്കിലും പാടാത്ത മനുഷ്യരില്ല, ആരുമില്ല. പക്ഷേ ഇല്ലേ, ഇവർക്ക് ടിവിക്കകത്ത് പാട്ട് ഇഷ്ടപ്പെടത്തില്ല. ആഹാ, അത് സമയമില്ലാഞ്ഞിട്ടാണ് ശരണ്യ. ശരണ്യ ഇത് കണ്ടപ്പോ എനിക്ക് ഈ അടയണക്കണ ഓർമ്മയാണല്ലോ വന്ന ശരണ്യ. ഒഴിച്ചോ. ഇത് കുഴക്കണ കണ്ടപ്പ ഏതാ? ഇത് കുഴക്കണ കണ്ടപ്പ അടയണക്കണ ഇതാണ്. കടയിളക്കിയാണ് ഇപ്പം. കൂട്ടുകാരെ നിങ്ങൾ ഇതൊക്കെ ഓർക്കും. ഇത്ര നേരമായിട്ട് നമ്മുടെ അച്ഛനെ കാണിച്ചില്ലല്ലോ. അച്ഛൻ സെയിൽ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ സെയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ കച്ചവടവും കഴിഞ്ഞ് വന്നപ്പോൾ ആ ക്ഷീണം കൊണ്ട് അച്ഛൻ ഇച്ചിരി നേരം കിടക്കുകയാണ്. അപ്പം ഇനി ചായയൊക്കെ ആയിട്ട് വേണം വിളിക്കാൻ. തന്നെ അത് മറിഞ്ഞു പോരുത്. കറക്റ്റ് സെൻട്രലിൽ വെച്ച് തന്നെ ഇളക്കുക. ആ അപ്പം നമുക്ക് ചായ ആയിട്ട് അച്ഛനെ വിളിക്കാം അല്ലേ? ഇതിന് ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ടൊക്കെ കാണിക്കാം. ശരണ്യ ആഹാ എണ്ണയൊക്കെ ഒഴിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത് അല്ലേ? അപ്പൊ അപ്പൊ നമ്മുടെ മാവൊക്കെ സെറ്റായ അപ്പൊ കുറച്ച് എണ്ണയിലാണ് നമ്മളിത് ചെയ്യണത് അല്ലേ? ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ മാവൊന്ന് കാണിച്ചു കണ്ട കൂട്ടുകാരെ, അടിപൊളിയായിട്ട് മാവ് റെഡിയായി. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടി ഉണ്ടയൊക്കെ ഉരുട്ടാൻ തുടങ്ങി അല്ലേ? ആ കുഞ്ഞി കൈ കൊണ്ട് രണ്ടുപേരും ഉണ്ടയൊക്കെ ഉരുട്ടാൻ തുടങ്ങി. അത് കുഴപ്പമില്ല, മാത്രമൊക്കെ മതിയമ്മ. അപ്പൊ ഇനി നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരട്ടെ. എന്നാ ചൂടായി വരുന്നതേ ഉള്ളു. വേണ്ട വേണ്ട, ഒത്തിരി വലുതായെന്നല്ലേ ശരണ്യ, വലുതാക്കരുത്. അപ്പൊ എണ്ണ കൂടുതൽ ഒഴിക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ ഉണ്ട ഇടാൻ നേരത്ത് എപ്പോഴും നമ്മൾ തീ കുറച്ച് വെക്കാവുള്ളൂ. ഉണ്ട ചെറുതാക്കണം. ഉണ്ട വലുതായെന്നല്ലേ വേഗം പിന്നെ മറിച്ചിടേണ്ടിയൊക്കെ വരും. ഒത്തിരി മുങ്ങിക്കിടക്കാൻ മാത്രം എണ്ണ. ഈ ശരണ്യയുടെ കൈ ചെറുതാണെങ്കിലും ഉണ്ട്. അമ്മ ചെറുത് അല്ലേ? ശരണ്യയുടെ കാണിച്ചു കൊടുത്ത് രണ്ടുപേരുടെ ഒരുപോലെ കാണിച്ചു കണ്ടാ കൂട്ടുകാരെ. എന്റെ കയ്യിൽ എങ്ങും പോകത്തില്ല, ഉള്ളവർക്ക് കൊടുക്കുമെന്നുള്ള ഇതാ. അങ്ങനെയൊക്കെ ഉണ്ട്. ആർക്കറിയാം ഇതൊക്കെ എന്തൊക്കെ നിയമങ്ങളാണ്. ഈ കയ്യിൽ എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് വീതം ചെയ്യും. അതാണ് ഈ അപ്പം വരെ വലുതാവുന്നത്. അപ്പൊ ഞാനാർക്കും കൊടുക്കില്ല, ചെറിയ ഉണ്ട ഞാനാർക്കും കൊടുക്കലെന്നാണ് ശരണ്യ പറഞ്ഞു വന്നത്. ഇതൊക്കെ എവിടത്തെ നിയമം എനിക്കറിയാം. ഞാൻ ഉണ്ടാക്കിയ നിയമം. ഉണ്ടയിടാറായ അപ്പൊ നിങ്ങൾ രണ്ടുപേരും തോറ്റ് തൊപ്പിയിട്ട് ഉണ്ടയിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഗോതമ്പുണ്ടയൊക്കെ റെഡിയായി വരുന്നു. അത് അങ്ങനെ ഉണ്ട പിടിക്കുമ്പോ തെറിച്ച് അപ്പുറത്തോട്ടും പറമ്പിൽ പോകരുത് കേട്ടോ. അതെ, തീ കൂട്ടണ്ട. തീ കൂട്ടിയെന്നാലുണ്ടല്ലോ അമ്മ പുറമേ കരിയും. അതെന്താണെന്നറിയാവോ അമ്മ? ഇങ്ങനെ പഴയ രീതി പറയാ. ഞാനെന്തെങ്കിലും ചെയ്തോളൂ. ഇത് കണ്ടമ്മേ നല്ല ആട്ടാണ്.
വായിക്കാണ്ടിരിക്കുന്നു ശരിക്കും. അച്ഛനെ നീട്ടിട്ടുണ്ട്, അവിടെ ഫോൺ ചെയ്യണം, ഒച്ച കേൾക്കണുണ്ട്. അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അച്ഛൻ വലിയ കൊണ്ടേ വരട്ടു. അച്ഛൻ വലിയ നമുക്ക് ചെറിയ അച്ഛൻ അല്ല വേണ ഇല്ല മതിയെല്ലാം ഉണ്ടോ? റോഡേ പോണ ആരാണ്ടിന്റെ സൗണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ സ്കൂൾ അടുത്തല്ലേ, ആ അതാ പിള്ളേർ പോണ ഇതാണ് കേക്കുന്നത്. കേക്കുന്നത്. അതെന്തായാലും പല വേവാ. എന്റെ ദൈവമേ, ഇത് മതി. ഉണ്ടയിട്ട് കൊറേ ആയല്ലേ ദൈവമേ, 5 ഇനി മതി. ബാക്കി കൊണ്ട് അവിടെ വെച്ച് രാവിക്ക് വേവിക്കാം. ഞാൻ അച്ഛനിവിടെ ഒന്ന് നോക്കിയിട്ട് വരാം. അയ്യോ, അല്ല അതുകൂടി ഏതായാലും എണ്ണ ഒഴിച്ചോടെ, നീ എണ്ണ കളയത്തില്ലേ? ആ അത് ഇത്രയും കൂടി നമ്മൾ ചെയ്യും അല്ലേ? ദേ നമ്മുടെ അച്ഛൻ എത്തിയെന്ന് തോന്നണം കേട്ടോ. അവിടെ അനക്കൊക്കെ ഉണ്ട്. 9 ഉണ്ടയുണ്ട്. ആ 9 വേണം. കാരണം നമ്മുടെ പിള്ളേര് വരുമ്പോ ഈ 2 ഒക്കെ വെച്ച് കഴിക്കുകയല്ലേ. പിന്നെ നമ്മുടെ ടോബിക്കും കൊടുക്കണ്ടേ? പിന്നെ നമ്മുടെ ടോബി ഇത് മുമ്പേ എന്നോട് ഇപ്പോഴേ പറഞ്ഞ് 1 തന്നെ കേട്ടാണ്. എന്താണ് ചരണിയെ ചിരിക്കുന്നത്? കൊടുക്കാന്ന് പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞു ചരണിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 ടോബിക്ക് ഉറപ്പായിട്ടും തന്നിരിക്കുമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇത് തീ കുറച്ച് വെച്ചുകൊണ്ടാണ് ഒരു എണ്ണ കിടന്നിട്ടൊരു ഉന്മേഷം ഇല്ലാത്തത്. അതുകൊണ്ടാണെന്നാ തോന്നുന്നത്. ഉന്മേഷം വന്നില്ല. കുളുകുളു പോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങണ്ടേ, അതില്ല. ആ തീ കുറച്ച് വെച്ചിട്ടാണ്. ശരണ്യ, അതുകൊണ്ട് എടുക്കുമ്പോ കയ്യ വീഴരുത്. എണ്ണയാണ്. ഇച്ചൂടെ നീളമുള്ള തവി എടുക്ക്. അത് കൈമുട്ടും കേട്ടാ, കൈമുട്ടും. അപ്പൊ ഇതെല്ലാം മറിച്ചിട്ടാ. ആഹാ. അപ്പൊ അച്ഛനെ നീറ്റ് വന്നു. പഴം ഞാൻ മേടിച്ചിട്ട് പാളം കുടം പഴം മേടിച്ചിട്ട് ഞാൻ കഴിക്കാനാ കൊണ്ടുവന്നു. എന്ത് പറ്റി? അതുണ്ടാക്കി ഉണ്ടാക്കിയ അച്ഛന് ബാക്കി വെച്ചിട്ടുണ്ട്. കണ്ട അത് ശരി. അല്ലേ തന്നെ ഞാനേ അവിടെ ചെറിയ പഴമാണ് നിൽക്കുക. അതെന്നെ അറിയാം, നാടൻ പഴമായിരുന്നേ. അപ്പൊ ഞാൻ അന്നേരം ഇങ്ങനെ കടപ്പനിക്ക് വന്നിരുന്നു. ചെറുതാൻ കുഴപ്പമില്ല, നാടൻ പഴമല്ലേ. അതെ അതെ. ഉണ്ടംപൊരിയൊക്കെ എനിക്ക് പറഞ്ഞില്ലല്ലോ. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റല്ലേ. അച്ഛൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. അതാണ് കണ്ട ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് ഇച്ചിരി എണ്ണയുടെ കുറവുണ്ട് അച്ഛാ. കാരണം ഉള്ള കാര്യം പറയാം, എണ്ണയിൽ ഇത് മുങ്ങിപ്പൊങ്ങി കിടക്കണ്ടത് ഉണ്ടോ. എന്നിട്ട് ഇതിനേലും വലുതാക്കിയായിരുന്നു അച്ഛാ. ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയെങ്കിലും. അല്ല എന്നാലും അത്രയും എണ്ണ ഒഴിക്കണം. അപ്പൊ മറിച്ചും തിരിച്ചു വിടണം, അല്ലെങ്കിൽ അത് വേഗിയല്ല. അപ്പൊ ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോ അത് തന്നെയല്ല അച്ഛാ. അച്ഛാ ഇത് ശരണ്യയുടെ ഒരു പാട്ടുമുണ്ട്. ആ ഒരു ഗംഭീര പാട്ടൊക്കെ പാടും. സുധി മുഖമേ വെച്ച് ഞാൻ കണ്ടായിരുന്നു. അവിടെ നിപ്പുണ്ടായിരുന്നു. ആ സുധി അവിടെ നിപ്പുണ്ട്. പിന്നെ ചന്നി പോകും. ഞാനെടുത്ത പച്ചക്കറി കടയില് സുധിച്ചേട്ടൻ. അടിപൊളിയായിട്ടാ. അങ്ങനെ കണ്ട മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് റെഡിയാക്കണുണ്ടല്ലേ. അടിപൊളി. ഏതായിരുന്നാലും ഞാനൊന്ന് ഇറങ്ങി എഴുന്നേറ്റ് വന്നപ്പോ ഇവിടെ ഉണ്ടം പൊരി ഞാൻ കഴിക്കലേ. എന്താ കൂട്ടുകാരെ, അങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരണ്യ. അടിപൊളി ഉണ്ടംപൊരിയാണല്ലേ. അതെ അതെ, നേരെ കടയിലെ ഉണ്ടംപൊരി തന്നെ. ശരിയാണ്, അടിപൊളി. ശരണ്യ ആള് പുലിയാണേ. എന്നാണ് പുപ്പുലിയ? എന്നാ പുലി? പുള്ളിപ്പുലിയാ? ഉണ്ടേ പോയി ചെന്നൈ പോയെന്നെ. അടിപൊളിയായിട്ട് വറുത്ത് കോരിക്കൊണ്ടിരിക്കും. അടിപൊളിയാണ്,
സൂപ്പർ ഉണ്ടാ അല്ലേ? സൂപ്പർ. സൂപ്പർ. കൂട്ടുകാരെ അങ്ങനെ അതെ ശരണ്യ അത് കോഴി മാറ്റിയായിരുന്നത് കണ്ട അടിപൊളിയായിട്ട് ഉണ്ട പൊരിയൊക്കെ റെഡിയാക്കി വെച്ച്. ഞാൻ ഇവിടെ ഇരിക്കണേ ശരണ്യയുടെ പാചകം. 1 2 3 4 5 ഉണ്ടയുണ്ട് ഇവിടെ തന്നെ കാണും. ആ 5 ഉണ്ടയുണ്ട്. 5 ഉണ്ടയുണ്ട് കണ്ടാ കൂട്ടുകാരെ. അങ്ങനെ ഇത് കറക്റ്റ് ചായക്കടയിലെ ഉണ്ടപ്പൊരി പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ കണ്ടാ കൂട്ടുകാരെ കുറച്ച് എണ്ണ മതി ഇതിന് അല്ലേ? ശരണ്യക്ക് സന്തോഷമായി. ശരണ്യക്ക് അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ശരണ്യക്ക് ഇത് കുഴക്കാനും ഉരുട്ടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇല്ല. ചക്ക കണ്ട ചക്ക എത്ര വലിയ ചക്ക കൊണ്ടുവന്നാലും ആരെയും കൊണ്ട് വെട്ടിക്കത് തന്നെ അടത്തിയൊക്കെ എടുത്തോളൂ. പഴമൊക്കെ തിരുമയായിട്ട് ചേർത്തപ്പോഴേ വെള്ളത്തിന്റെ എല്ലാം കൂടി ആയപ്പോ നല്ലതാ. തീ കുറച്ച് വെച്ചാലേ ഉള്ളു വേഗമുള്ളൂ. അപ്പൊ ഇനി അടുത്ത 4 പീസ് കൂടി വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് കൂടി ഒന്ന് ആയി വരട്ടെ, അല്ലെങ്കിൽ വീഡിയോ കൂടി പോകും. ഇത് തണുക്കുകയാണെങ്കിൽ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൂട്ടുകാരെ കാണിക്കണം കേട്ടോ. ആ എന്നിട്ടൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ? ഇത് കൂടി ഒന്ന് മൊരിയട്ടെ. അച്ഛൻ ചായയൊക്കെ വെച്ചാ? ആഹാ അടിപൊളി ചായയൊക്കെ തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു കണ്ട. നമ്മുടെ അച്ഛനാണ് ഇതൊക്കെ ചെയ്യണത്. ഉണ്ടംപൊരി ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടംപൊരി അമ്മ പഞ്ചസാരയൊക്കെ ഇട്ട് വരുന്നുണ്ട്. നമുക്കിത് അടിപൊളി ചായയുണ്ട്, സൂപ്പർ ഉണ്ടംപൊരി ഉണ്ടല്ലേ? അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഉണ്ടംപൊരി കഴിക്കുന്ന നമുക്ക് കാണിച്ചു തരാം. ഉണ്ടംപൊരി കഴിക്കണ കാണിച്ചു തരും. ആ എല്ലാരും പോലെ നമുക്ക് ഉണ്ടംപൊരി കഴിക്കാം. അതെ എവിടെ ആഹാ അടിപൊളി അല്ലേ? അടിപൊളി. ആ സൂപ്പർ ഉണ്ടംപൊരി. അച്ഛൻ ഇപ്പഴത്തെ സൈഡിൽ വാച്ച എന്നാലേ ആ അപ്പൊ കണ്ട അടിപൊളി ഉണ്ടംപൊരിയാണ്. അതുപോലെ നമ്മുടെ നാടൻ ചായയും ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ആ നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സാധനം. അപ്പൊ എല്ലാവരും മണം പോലെ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇത്രയോളം. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ പറയുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പൊ നല്ലൊരു വീഡിയോക്ക് വേണേ.